ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ബ്ലസ്മോൻ വർഗീസ്. ഞാനൊരു 4ാം വർഷ നിയമ വിദ്യാർത്ഥിയാണ്. ഞാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നിലായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു കൊച്ചു ദൈവാനുഭവം പങ്കുവയ്ക്കാനാണ്. ഞാൻ പാലക്കാടുള്ള വടക്കഞ്ചേരി എന്നൊരു സ്ഥലത്താണ് വരുന്നത്. എൻ്റെ ഒരു ജീവിതത്തിലെ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ ലക്ഷ്യം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ജെൻസി പിള്ളേരുടെയൊക്കെ നടുക്ക് നിൽക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ നീ നിൻ്റെ സമയങ്ങളൊക്കെ മാറ്റിവെച്ച് കർത്താവിന് വേണ്ടി സമയം കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തിനാ നീ പള്ളിയുടെ പരിപാടിക്കൊക്കെ പോകുന്നത്? ഒരു കോമൺ ക്വസ്റ്റ്യനാണ്. അതായത് ചിലപ്പോൾ എനിക്ക് പോലും ഉത്തരവില്ലാത്ത, ചിലപ്പോൾ ഉത്തരം എനിക്കുണ്ടാവും, പക്ഷെ എന്നിരുന്നാലും പറയാൻ മടിയുള്ള ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത്രയും കർത്താവ് അനുഗ്രഹിച്ച എനിക്ക് അതിനൊരു ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും അവർ അതിനോട് പ്രതികരിക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് എനിക്ക് മെല്ലെ മെല്ലെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റി തുടങ്ങി. അതിനൊരു ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ ഈയിടെ തന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ പ്രേയറിനായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നൊരു ചിന്ത. അതായത് ഞാൻ എൻ്റെ ദൈവം എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാറുണ്ടോ? അതായിരുന്നു എൻ്റെ ഒരു ലൈഫിൽ റീസെൻ്റ്ലി നടന്ന ഒരു ഐ ഓപ്പണിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും ഞാൻ പേഴ്സണൽ പ്രേയർ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ പരാതികളും പരിഭവങ്ങളും അതേപോലെ വിശേഷങ്ങളും സങ്കടങ്ങളൊക്കെ പറയും. പക്ഷേ ദൈവം ഇതുവരെ, അല്ലെങ്കിൽ ഇന്നലെ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നതെന്നോ ഞാൻ ആലോചിക്കാറേ ഇല്ല. പക്ഷേ അന്ന് ആ ഒരു ദിവസം അത് ഞാൻ ആലോചിക്കുകയും അതിൻ്റെ പുറത്ത് എൻ്റെ ഒരു കഴിഞ്ഞൊരു കാലഘട്ടം മുഴുവൻ ഇങ്ങനെ വിചിന്തനം ചെയ്യുകയും ചെയ്തപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാനും അതേപോലെ കുറേയൊക്കെ എനിക്ക് മനസ്സിൽ കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഗ്രഹിക്കാനും അതിനൊക്കെ ഒരുപാട് ഓർത്ത് നന്ദി പറയാനൊക്കെ ആയിട്ട് സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നന്ദി പറച്ചിലാണ് എന്നെ കർത്താവിനോട് എപ്പോഴും ചേർത്ത് നിർത്തുന്നത്. കാരണം കർത്താവ് തന്ന അനുഗ്രഹമല്ലാതെ വേറൊന്നും എൻ്റെ ജീവിതത്തിലില്ല. എൻ്റെ ഒരു കുട്ടിക്കാലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വിശ്വാസ പരിശീലനത്തിൽ ഏറ്റവും അധികം എന്നെ സഹായിച്ച രണ്ടാൾക്കാർ എൻ്റെ അപ്പനും അമ്മയാണ്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് എൻ്റെ അമ്മയുടെ ആ ഒരു സാന്നിധ്യമാണ് ഈ ഒരു കാര്യത്തിൽ. അമ്മ എന്നോടൊപ്പം തന്നെ, ഞാൻ വിശ്വാസ പരിശീലനത്തിന് 1ാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ തന്നെ അമ്മ എന്നോടൊപ്പം ചേർന്നു. കാരണം അമ്മ പഠിപ്പിക്കാനായിട്ട് എന്നോടൊപ്പം വന്നു. ഇപ്പോഴും അമ്മ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനങ്ങനെ ആ ഒരു സമയത്ത് അങ്ങനെ ആലോചിക്കുകയാണ്. അതായത് അമ്മ ഒരു ക്വിസ് പ്രോഗ്രാമിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും അപ്പനും അമ്മയും അനിയത്തിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മയോട് ആ ഒരു ക്വിസ് മാസ്റ്റർ ആയിരിക്കുന്ന ആ ഒരു വ്യക്തി ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം എന്താണ്? അപ്പോൾ അമ്മ ഉത്തരം പറഞ്ഞത് നീല എന്നാണ്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ എനിക്കൊരു കൗതുകമുണ്ട്, എന്തുകൊണ്ടായിരിക്കും അമ്മ നീല പറഞ്ഞത്? കാരണം ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ സ്വന്തമായിട്ട് ചിന്തകളോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഒരു ഡിസിഷനൊന്നും എടുക്കാൻ പറ്റാത്തൊരു പ്രായമാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതിനുള്ളൊരു ഉത്തരം പറഞ്ഞത്, മാതാവിൻ്റെ ആ ഒരു കാപ്പയുടെ കളർ നീലയാണ്, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നീല കളർ ഭയങ്കര ഇഷ്ടം. അന്ന് തൊട്ട് എൻ്റെ ഒരു ലൈഫിൽ ഒരു ചേഞ്ച് വന്നത്, എൻ്റെ ലൈഫിൽ എൻ്റെ ഫേവറേറ്റ് കളറായിട്ട് ഞാൻ നീല അഡോപ്റ്റ് ചെയ്തു. അന്ന് എനിക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായി. അതായത് അമ്മ അത് പറഞ്ഞതിന് കാരണം ആ ഒരു നീല കളർ അമ്മയ്ക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല, മാതാവിൻ്റെ ആ ഒരു വസ്ത്രത്തിൻ്റെ നിറം അതായതുകൊണ്ടാണ്. കാരണം അമ്മയുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് മാതാവാണ്. മാതാവ് നീല ചൂസ് ചെയ്തുകൊണ്ട് അമ്മയെ നീല ചൂസ് ചെയ്തു. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ എന്ത് കാര്യം ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ അതൊരു ഡിവിനിറ്റി വേണം, അല്ലെങ്കിൽ ദൈവവുമായി നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു തോട്ട് അന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു അന്ന് എൻ്റെ ആ ഒരു ജീവിതത്തിൽ ഞാൻ അന്നെടുത്ത ആ ഒരു ഡിസിഷൻ ആയിരിക്കണം കർത്താവ് എന്നെ ഒപ്പം ചേർത്ത് ഇതുവരെ കൊണ്ടുനടക്കാനുള്ള കാരണം ആ ഒരു വിശ്വാസ പരിശീലനം 12ാം ക്ലാസ് വരെ കംപ്ലീറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ പല സംഘടനകളിലും പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. പക്ഷെ എന്നിരുന്നാലും വിശ്വാസ പരിശീലനം ഒരു എൻ്റെ സ്കൂളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു സേഫ് സോൺ ആയിരുന്നു. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കുറവുള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് പലപ്പോഴും വിശ്വാസ പരിശീലനത്തിൽ തോന്നിയത്. അതിനെക്കാട്ടും അപ്പുറത്തേക്കായിട്ട് ഒരു ദൈവാനുഭവത്തിലേക്ക് കടക്കാനായിട്ട് ഞാൻ അതിനെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തിയ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ പിന്നീട് എൻ്റെ ജീവിതത്തിൽ പല സംഘടനകളിലൂടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ
കൂടുതലായിട്ട് മറ്റുള്ളവരുടെ വിശ്വാസ പ്രഘോഷണവും അതേപോലെ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച ഈശോയും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പഠിച്ച വിശ്വാസ പരിശീലനത്തിൻ്റെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങളും ഒളിഞ്ഞിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീട് മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ എന്നെ വളരെയധികം സഹായിച്ച ഒരു കാര്യമാണ് ഞങ്ങളുടെ പാലക്കാട് രൂപതയുടെ തന്നെ സ്റ്റാർസ് എന്ന് പറയുന്ന അൽമാരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രം. ഞാൻ 6ാം ക്ലാസ് മുതൽ സ്റ്റാർസിൽ ഒരു അംഗമായിരുന്നു. +1 +2 ഞങ്ങൾ ഓരോരുത്തരും അവിടെ റെസിഡൻഷ്യലായിട്ടൊരു ഫോർമേഷൻ അണ്ടർഗോ ചെയ്യുന്നു. അപ്പോൾ 10ാം ക്ലാസ് വരെ ഇങ്ങനെ സാധാരണ ഒരു വേദപാഠ കുട്ടിയെ പോലെ തന്നെ വേദപാഠമൊക്കെ പഠിക്കുന്നു. അതേപോലെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു, ഹോംവർക്കൊക്കെ ചെയ്യുന്നു. അതേപോലെ ക്ലാസ്സിലൊരു തമാശ മൂഡ്, അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഒരു സന്തോഷവും പിന്നെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു കാറ്റീസം. അതിനെക്കാട്ടും അപ്പുറത്തേക്ക് എനിക്കൊരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ കൊണ്ടുവന്ന് സ്റ്റാർസ് ആയിരുന്നു. ഞാൻ +1 +2 സ്റ്റാർസിലേക്ക് വന്നപ്പോൾ എനിക്കവിടെ മനസ്സിലായ ഒരു കാര്യം, ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല വിശ്വാസ പരിശീലനം അല്ലെങ്കിൽ വിശ്വാസം പരിശീലിക്കേണ്ടതെന്ന്. കാരണം സഭ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് അതിന് വ്യക്തമായിട്ടുള്ള ഒരു അടിസ്ഥാനം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കേണ്ടതിന് കാരണം പലരും അത് വിശ്വസിച്ച് അല്ലെങ്കിൽ കർത്താവ് അവർക്ക് നൽകിയിരിക്കുന്ന ആ ഒരു വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് സഭയോടും അതേപോലെ സഭ പുലർത്തുന്ന പല പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ സഭ മാനിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സഭയോടും അതേപോലെ സഭ എങ്ങനെ കർത്താവിനോട് ചേർന്നിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ മനസ്സിലാക്കുവാനും അറിയാനൊക്കെ ആയിട്ട് ഒരു വ്യഗ്രത തോന്നി. അങ്ങനെ കൂടുതലായിട്ട് സഭയോടും അതേപോലെ രൂപതയോടൊക്കെ ഒരു സ്നേഹം വളർന്നു വരികയും അതിൻ്റെ ഒരു ബേസിസിൽ കൂടുതലായിട്ട് രൂപതയിൽ അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടാവുകയായിരുന്നു. അതിന് എന്നെ ഏറെ സഹായിച്ച കുറച്ച് വ്യക്തികൾ എന്ന് പറയുന്നത്, ഒന്ന് ഞങ്ങളുടെ സ്റ്റാർസിൻ്റെ ഡയറക്ടറായ അരുണച്ചനും അതേപോലെ അവിടെ ഞങ്ങൾക്ക് സഹായത്തിനുണ്ടായിരുന്ന സിസ്റ്റേഴ്സും അതിനോടൊപ്പം തന്നെ എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന എൻ്റെ സഹോദരങ്ങളുമാണ്. കാരണം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, എങ്ങനെ നമുക്ക് കർത്താവിനെ പ്രഘോഷിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ ശക്തമായിട്ട് കർത്താവിൻ്റെ ഒപ്പം നിൽക്കാം, അല്ലെങ്കിൽ ആ ഒരു കരം ചേർത്ത് നിർത്താം എന്നുള്ളത്. പക്ഷേ ഈ ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നപ്പോഴും ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും ശക്തമായിട്ട് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് ഞങ്ങൾ 10 പേരും പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു വലിയ സത്യം. അന്ന് എനിക്കുണ്ടായ ഒരു ഇൻസ്പിറേഷനാണ് തുടർന്നും എൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളതും അതേപോലെ കർത്താവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ എത്തിയത്. അതിനുശേഷമുള്ള സമയങ്ങളിൽ ഞാൻ കൂടുതലായിട്ട് യുവജന സംഘടനകളിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവാൻ തുടങ്ങി. ആദ്യമായിട്ട് ഞാൻ മുന്നോട്ട് വന്നത് KCYM-ലാണ്. ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിലെ എന്നെ ഇടവകയോട് ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയത് KCYM-ൻ്റെ ഒരു പങ്കാളിത്തമാണ്. അതിനുശേഷം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാര്യം, കർത്താവിന് വേണ്ടി കുറച്ചും കൂടെ ഒന്ന് എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലണം. അപ്പോഴാണ് ഞാനിങ്ങനെ ജീസസ് യൂത്തിനെ കുറിച്ചും അതേപോലെ ജീസസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇതിനോടൊരു കൗതുകവും അതേപോലെ താല്പര്യവും തോന്നി. തുടർന്ന് ജീസസ് യൂത്തിലേക്ക് വന്നു. അതേപോലെ ജീസസ് യൂത്തിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കൂടുതലായിട്ട് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളെന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ചും കൂടെ കർത്താവിനെ പ്രഘോഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ജീസസ് യൂത്ത് എന്നുള്ളത്. കാരണം ഞാൻ ആയിരിക്കുന്ന ഏത് മേഖലയാണോ അവിടെ എനിക്ക് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് ഒരു അവസരം ഈ ഒരു മൂവ്മെൻറ്റ് ഒരുക്കി തരുന്നു എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കോളേജ് കാലഘട്ടത്തിലേക്കൊക്കെ കടന്നപ്പോൾ മൂവ്മെൻറ്റിൽ കുറച്ചും കൂടെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അതേപോലെ മൂവ്മെൻറ്റിൻ്റെ ക്യാമ്പസ് മിനിസ്ട്രിയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, പല ക്യാമ്പസുകളിലും അവിടുത്തെ യുവജനങ്ങൾ കുറച്ച് പേരാണെന്നുണ്ടെങ്കിലും അവർ ഒരുമിച്ചിരുന്ന് കർത്താവിനെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു, അതേപോലെ വചനം പ്രഘോഷിക്കുന്നു, വചനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷോക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു. ഞാൻ വിചാരിക്കുകയായിരുന്നു ഒരു 2 വർഷം ഒരു ഫോർമേഷൻ അണ്ടർഗോ ചെയ്തു, എന്നിട്ട് സുശിക്ഷ പ്രഘോഷിക്കണം എന്നുള്ളൊരു ആത്മാർത്ഥയോടൊക്കെ പുറത്തു വന്നു. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ കർത്താവിനെ അനുകരിക്കുന്ന അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്ന കുറേ യുവജനങ്ങൾ അവരുടെ ക്യാമ്പസിൽ ഒരുമിച്ച് കൂടുന്നു, പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം എല്ലാവരും ആ ഒരു ഒഴുക്കിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒഴുക്കിനെതിരെ നീന്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കുറേ യുവജനങ്ങൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലുണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ആക്ച്വലി അതായിരുന്നു എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ക്യാമ്പസ് കാലഘട്ടത്തിൽ കർത്താവിനെ ചേർത്ത് നിർത്താനായിട്ട്. തുടർന്നുള്ള സമയങ്ങളിൽ ഞാൻ കൂടുതലായിട്ട് ക്യാമ്പസ് മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആയി. അതേപോലെ കർത്താവിനെ കൂടുതലായിട്ട് എങ്ങനെ ഞാൻ ആയിരിക്കുന്ന മേഖലയിൽ പ്രഘോഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച്
ഞാൻ കൂടുതലായിട്ട് തിരഞ്ഞു. അപ്പോൾ പല സീനിയേഴ്സും അതായത് മൂവ്മെൻറ്റിലുണ്ടായിരുന്ന പലരും എന്നെ ഇതിനെ സഹായിച്ചു. അതായത് അവർ പറഞ്ഞു, നീ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, കർത്താവ് നിനക്ക് വഴിയൊരുക്കി തരും. അതും എൻ്റെ ഒരു വേറൊരു ഐ ഓപ്പണിംഗ് മൊമെൻ്റ് ആയിരുന്നു. കാരണം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നുള്ളത് എനിക്ക് ഒരു ശക്തമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തന്നൊരു കുറച്ച് ആൾക്കാർ മൂവ്മെൻറ്റിലുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ആദ്യത്തെ ഒരു പ്രാർത്ഥന എൻ്റെ ഒരു കോളേജിലും ഒരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. കാരണം ഒന്നുമില്ലാത്തൊരു കോളേജായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രെയർ ഗ്രൂപ്പ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായി. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനകളിലൊക്കെ ഉറപ്പായിട്ട് എൻ്റെ കോളേജിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഉള്ളിൽ അപ്പോഴൊരു സംശയമായിരുന്നു. കാരണം എൻ്റെ കോളേജിലെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാതറിങ് ആണെന്നുണ്ടെങ്കിലും ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ എൻ്റെ ആ ഒരു സംശയത്തെ പോലും കർത്താവ് എടുത്തു മാറ്റുന്ന രീതിയിൽ മറ്റുള്ളവരിലൂടെ കർത്താവ് ഒരു ഗ്രൂപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കർത്താവിനെ സഹായിച്ചു എന്നുള്ളതാണ്. കാരണം ഞാൻ പ്രാർത്ഥിച്ചു, അതേപോലെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബാക്കിയുള്ളവർ എഫേർട്ട് ഇട്ടു. അങ്ങനെ ആ ഒരു രീതിയിൽ എൻ്റെ കോളേജിൽ ചെറുതായിട്ടാണെന്നുണ്ടെങ്കിലും ഒരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, പ്രാർത്ഥനയ്ക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ശക്തി ഉണ്ടെന്നുള്ളതും കർത്താവ് ഉറപ്പായിട്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്നുള്ളതും. അതോടൊപ്പം തന്നെ ഞാൻ കൂടുതലായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. കാരണം എല്ലാവരും എന്നോട് പറയുന്നൊരു കാര്യം, നീ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ മാത്രമാണ് നിനക്ക് കർത്താവുമായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും അത് ഇങ്ങനെ മനസ്സിൽ നമ്മൾ ആണടിച്ച് വെച്ചാൽ പോലും ചില സമയങ്ങളിൽ പറ്റാറില്ല. കാരണം ഇപ്പോൾ രാവിലെ കോളേജിൽ പോകുന്നു, വൈകുന്നേരം വരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും ഈ കോളേജിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. അതായത് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമൊന്നും നമ്മൾ കോളേജിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ആ ഒരു സമയത്ത് പ്രാർത്ഥന എന്നൊരു കാര്യമല്ലാതെ വേറൊരു കാര്യത്തിലൂടെയും നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്നൊരു തീരുമാനം ഞാൻ ശക്തമായിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അതോടൊപ്പം എൻ്റെ ഉള്ളിലേക്ക് വന്നൊരു കാര്യമാണ് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത്. കാരണം ഈ ഒരു ത്യാഗം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് 10ാം ക്ലാസ്സിൽ എൻ്റെ പരീക്ഷയുടെ സമയത്താണ്. ഞാൻ ട്യൂഷന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഒരു സാറ് പറയുമായിരുന്നു, നിങ്ങൾ ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കണം, എന്നാലാണ് ദൈവം പ്രീതിപ്പെടുത്തുള്ളൂ. അങ്ങനെ ആ ഒരു കാര്യം കേട്ടപ്പോൾ ഞാൻ കൂടുതലായിട്ട് ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവാസിക്കാൻ തുടങ്ങി. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ഉപവാസത്തിലൂടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു റിസൾട്ട് വന്നു. കാരണം 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഒരു 3 സബ്ജക്റ്റിന് ഒരു ഇയറിൽ തന്നെ തോറ്റുപോയ ഒരാളാണ്. അപ്പോൾ അന്നത്തെ ഒരു സമയത്ത് അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം അതുവരെ വലിയ കുഴപ്പമില്ലാതെ പോയിരുന്ന ഞാൻ പെട്ടെന്നൊരു 3 സബ്ജക്റ്റിന് പോകുന്നു. അപ്പോൾ തുടർന്നുള്ള സമയങ്ങളിൽ 9ഉം 10ഉം ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള ഒരു സംശയമായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേ 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു പേടിയൊക്കെ മാറ്റിക്കൊണ്ട് എൻ്റെ ആ ഒരു ഞാൻ പ്രാർത്ഥിച്ചതിലൂടെ അല്ലെങ്കിൽ ആ ഒരു ത്യാഗം എടുത്തതിലൂടെ കർത്താവ് എനിക്ക് നല്ലൊരു വിജയം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കോളേജ് കാലഘട്ടത്തിലേക്ക് കിടന്നപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഞാനിങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ പല ത്യാഗങ്ങളാണ്. കാരണം പണ്ട് ഞാൻ ഉപവസിക്കുകയായിരുന്നു. പക്ഷേ ഉപവാസത്തെക്കാട്ടും മാറ്റി വെച്ചുകൊണ്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെ ഒക്കെ ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് ത്യാഗം എടുക്കാനായിട്ട് തുടങ്ങി. ആദ്യം ഇങ്ങനെ വൈകുന്നേരങ്ങളിലെ ചായ കൂടി ഒഴിവാക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും എല്ലാം ഒഴിവാക്കി തുടങ്ങി. അങ്ങനെ ചെറിയൊരു ത്യാഗം എടുത്തുകൊണ്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഉണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത് കർത്താവായിട്ടൊരു കോൺസ്റ്റൻറ്റ് റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് പറ്റി. എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം എനിക്ക് കർത്താവിൻ്റെ കൈ പിടിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമുക്കങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടും ഉപരിയായിട്ട് കർത്താവിന് നമ്മുടെ കരം കൊടുത്തുകൊണ്ട് കർത്താവെ എൻ്റെ കരം അങ്ങ് പിടിക്കണമേ എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതമായുള്ള കാര്യം. കാരണം നമ്മൾ പാപികളാണ്, ബലഹീനരാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങളും ബലഹീനതയും കൊണ്ട് തന്നെ നമ്മുടെ കൈ വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നമ്മുടെ കൈ കർത്താവിൻ്റെ കൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കർത്താവ് എപ്പോഴും നമ്മുടെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ടാവും. കാരണം അതിലൊരു ചേഞ്ചും ഉണ്ടാകത്തില്ല. നമ്മൾ ഏത് കുഴി വീണ് പോയി കഴിഞ്ഞാലും ഏത് പാപ സാഹചര്യത്തിൽ വീണ് പോയി കഴിഞ്ഞാലും കർത്താവ് നമ്മൾ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എന്നും എപ്പോഴും നമുക്ക് മനസ്സിലാവും. കാരണം ഇന്നും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പല പ്രതിസന്ധികളും പല ബുദ്ധിമുട്ടുകളും എനിക്ക് കോളേജിലും അതേപോലെ വീട്ടിലായിരിക്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും
എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്നെ കാത്ത് കർത്താവ് അവിടെയുണ്ട്. കർത്താവിലേക്ക് ഞാൻ ഓടി ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ പൊക്കിക്കൊണ്ടുവരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം, ആ ഒരു ബന്ധം ഇന്നും എൻ്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഇത് മാത്രമാണ്. അതായത് എന്നും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും എന്നും ഈ ഒരു സ്നേഹത്തിൽ ആഴപ്പെടുവാനുമായിട്ടാണ്. കാരണം ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് എത്ര അളന്നാലും തീരാത്തതൊരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നോ അത്രത്തോളം നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് കർത്താവിനെ നമ്മളെ സ്നേഹിക്കാനായിട്ട് പറ്റും. ആ ഒരു സ്നേഹത്തിലേക്ക് ആഴപ്പെടാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അതായത് നിങ്ങൾ എവിടെ ആയിരിക്കുന്നോ അവിടെ നിങ്ങൾ കർത്താവിന് കൊടുക്കുക. കാരണം നിങ്ങൾ കർത്താവിന് കൊടുത്താൽ മാത്രമാണ് കർത്താവിന് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ നിങ്ങളുടെ ബലഹീനതകൾ കർത്താവിന് കൊടുക്കുക. നിങ്ങളുടെ ബലഹീനതകളും നിങ്ങളെ പൂർണ്ണമായിട്ടും കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് ഉറപ്പായിട്ടും നിങ്ങളോട് പ്രവർത്തിക്കും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു മിഷണറി ആവാനും കർത്താവിൻ്റെ ഒരു പ്രേക്ഷിതനാവാനും നിങ്ങൾക്ക് സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.